തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ബാറ്റൺ ഓഫ് ചേഞ്ച് പ്രയാണത്തിന് ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. തിരുവനന്തപുരത്ത് മേയർ വി രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രയാണത്തിന്റെ ഭാഗമായ ബാറ്റൺ നഗരസഭാ ചെയർമാൻ ടോമി കുരുവിളയിൽ നിന്നും അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാറും ഭാരവാഹികളും ഏറ്റുവാങ്ങി. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിതരാക്കാനുള്ള ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പം നമ്മുടെ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുവേണ്ട ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഈ ജനങ്ങളെ റെസിഡൻസ് അസോസിയേഷനാണെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും അവരെ ബോധവൽക്കരിച്ച് ഇതിനു വേണ്ട മാർഗം കൂടി നിങ്ങൾ നടത്തണം എന്നാണ് എനിക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ അയലോക്കത്താണേലും കൊള്ളാം, ഒരു ഷാപ്പിന് താഴ്ത്ത് 15, 16, 17, 18 വയസ്സുള്ള പെൺപിള്ളേർ ഒരു 7 മണിക്ക് ശേഷം ബൈക്കിൽ വന്ന് അവിടെ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, അവിടെ കൂട്ടായ്മ കാണിക്കാവുന്നതാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ, ഒരു ബോധവൽക്കരണ പരിപാടിയും കൂടി ഈ പരിപാടി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ യോഗ ഉദ്ഘാടനം ചെയ്ത പ്രകാരം നിർത്തുന്നു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം, അസോസിയേഷൻ രക്ഷാധികാരി ദിനേശ് ആർഷേണായി, രതീഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രയാണം വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കാസർഗോഡ് സമാപിക്കും.